ലക്ഷ്മിയെ തനിച്ചാക്കി ബാലുവും ജാനിയും യാത്രയായപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ കനലായി മാറിയത് തനിച്ചായ ലക്ഷ്മിയെക്കുറിച്ചായിരുന്നു. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ലക്ഷ്മി ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിപ്പുറത്ത് വെച്ച് സംഭവിച്ച അപകടത്തിൽപ്പെട്ട് ഒരാഴ്ചയോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമായിരുന്നു ബാലഭാസ്കർ മരണത്തിന് കീഴടങ്ങിയത്. സെപ്റ്റംബർ 25-ാം തീയതി തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ചായിരുന്നു ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. നിയന്ത്രണം വിട്ട ഇന്നോവ മരത്തിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഏകമകൾ 2 വയസ്സുകാരി തേജസ്വിനി അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മി ഏറെ നാൾ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. അതേസമയം ബാലഭാസ്കറിന്റെയും കുടുംബത്തിന്റെയും അപകടത്തെക്കുറിച്ച് പല ദുരൂഹ കഥകളാണ് പുറത്തു വരുന്നത്. ഡ്രൈവറെ സംശയിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തു വന്നതോടെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ തന്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്ന് അർജുൻ. അപകടം സംഭവിച്ച സമയത്ത് കാർ ഓടിച്ചിരുന്നത് അർജുനാണെന്നായിരുന്നു ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ മൊഴി. എന്നാൽ താനല്ല, ബാലഭാസ്കർ തന്നെയാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് അർജുന്റെ മൊഴി. അർജുൻ 2 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ATM മോഷ്ടിച്ച പ്രതികളെ സഹായിച്ചതിന് ഒറ്റപ്പാലം, ചെറുതുരുത്തി സ്റ്റേഷനുകളിലാണ് അർജുനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ തനിക്ക് നേരിട്ട് പങ്കില്ലെന്നാണ് അർജുൻ പറയുന്നത്. ബാലഭാസ്കറിനെ ബോധപൂർവം വാഹനമിടിച്ചു കൊല്ലുകയായിരുന്നെന്ന് ആരോപിച്ച് അച്ഛൻ പരാതി നൽകിയിരുന്നു. ഇതിന് കാരണം സാമ്പത്തിക ഇടപാടുകളാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. എന്നാൽ ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുന്നു. ഈ പറയുന്ന കേസുകളിൽ എനിക്ക് നേരിട്ട് ബന്ധമില്ല. അന്ന് എന്നെ കൂട്ടുകാർ വിളിച്ചുകൊണ്ട് പോയതാണ്. പക്ഷെ അവർ കുറ്റം ചെയ്തതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല. സംഭവം നടക്കുന്നത് 4 കൊല്ലം മുൻപാണ്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണം. കൊല്ലം വരെ ഞാനാണ് വണ്ടി ഓടിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഒരു കടയിൽ കയറി ഞങ്ങൾ 2 പേരും ഷേക്ക് കുടിച്ചു. അതിനുശേഷം സീറ്റിൽ ചെന്ന് കിടന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ബാലുചേട്ടനാണ് പിന്നെ വണ്ടി എടുത്തത്. പിന്നെ ബോധം വരുമ്പോൾ ഞാൻ ആശുപത്രിയിലാണ്. ലക്ഷ്മി ചേച്ചിയുടെ മൊഴിയാണ് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയത്. ബാലുചേട്ടൻ കാർ എടുക്കുന്ന സമയത്ത് ചേച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. ഇത്തരം വാർത്തകൾ എന്റെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. എനിക്കിപ്പോഴും എണ്ണീറ്റ് നടക്കാറായിട്ടില്ല. എന്റെ ഇടതുകാലിനും അരയിലും കമ്പിയിട്ടിരിക്കുകയാണ്. തലയുടെ പിറകിലും താടിയിലും പരിക്കുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കൂടി ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ബാലുചേട്ടനെ 14 വർഷങ്ങളായി എനിക്കറിയാം. തൃശൂരിൽ നിന്നുള്ള മടക്കയാത്രക്കിടെയാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ മരത്തിലിടിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.